ഹരേ കൃഷ്ണ, എല്ലാവർക്കും ലിബിദാസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച് തന്നെയാണ്. 2-3 വീഡിയോ കഴിഞ്ഞാൽ ഈ ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ചിട്ട് തന്നെ ചെയ്യുന്നത്. പക്ഷേ എന്നിട്ടും വീണ്ടും പുതിയ തട്ടിപ്പിലാണ് ഓരോരുത്തർ ചെന്ന് ചാടുന്നത്. അതും വലിയ ആൾക്കാരാണ്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ബിഷപ്പ്, അതുപോലെ തന്നെ വ്യവസായികൾ, ചില കുട്ടികളുടെ അച്ഛനമ്മമാർ, പലതരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളാണ് നടക്കുന്നത്. ചില ഡോക്ടർമാരെ വിളിച്ചിട്ട് പറയാം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കുറേ കള്ളപ്പണം വന്നിട്ടുണ്ട്. ചിലരോട് വിളിച്ചിട്ട് പറയാം നിങ്ങൾ അയച്ച പാർസലിൽ മയക്കമരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന പാർസലിൽ മയക്കമരുന്നുണ്ട്. പലതരത്തിലാണ് തട്ടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ശ്രദ്ധയോടുകൂടി ഇരിക്കുക, ജാഗ്രതയോട് കൂടിയിട്ടിരിക്കുക വേണ്ടത്. ഈ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ചിട്ട് ജനങ്ങളെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഒരു അവയർനെസ് വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം കണ്ടു നോക്കാം. Hello, Dr. Srikanth. Sir. I am ACP Dhanraj from Mumbai Police Narcotics. Sir. നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങടലിലെ താമസിക്കുന്നത്? അതെ സർ. എന്താ കാര്യം? നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഒരു പാഴ്സൽ വന്നത് ഞങ്ങളുടെ മുംബൈ നാർക്കോട്ടിക്സ് ടീം പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 500 ഗ്രാം MDMA കണ്ടെടുത്തിട്ടുണ്ട്. ഇല്ല സർ, എനിക്കങ്ങനെ ഒരു പാഴ്സൽ വന്നിട്ടില്ല. ലുക്ക് ഡോക്ടർ, പിന്നെ എങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടും? ഇതൊരു ഗൗരവമുള്ള കുറ്റമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സാർ, അതിന് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാർ. പ്ലീസ് ഷോ യുവർ ആധാർ ആൻഡ് പാൻ കാർഡ്. വി വാണ്ട് ടു വെരിഫൈ ദം. ഓക്കെ സർ. ഓക്കെ ഡോക്ടർ, നിങ്ങൾ ഇപ്പോൾ മുതൽ വിർച്വൽ അറസ്റ്റിലാണ്. റൂമിട്ട് പുറത്തു പോകരുത്, കോൾ കട്ട് ചെയ്യരുത്. ഓക്കെ സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. then please wait. We want to contact NIA Delhi headquarters. Don't cut the call. Good morning, sir. NIA headquarters, Delhi. How can I help you? I am ACP Dhanraj from Mumbai Police Narcotics. I will give you an Aadhaar number 867146516271. Please check the Aadhaar and reply. Sir, please wait. Let me check. This other number was included in a case. The case number is 231/24. One Mr. Srikanth. PAN number is B1VP 7676 in Kerala State. Please specify the case. Some amount has been credited to his bank account through narcotic business. Oh, okay, thank you. Look, doctor, നിങ്ങൾക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും പാഴ്സൽ വരികയോ നിങ്ങൾ കൈപ്പറ്റുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല സാർ. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിയമവിരുദ്ധമായി എന്തെങ്കിലും ഫണ്ട് വന്നിട്ടുണ്ടോ? ഇല്ല സാർ, ഇല്ല. ലുക്ക് ഡോക്ടർ, നിങ്ങളെ ആരോ ചതിച്ചതായി ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് പറയൂ. സാർ, എനിക്ക് 2 അക്കൗണ്ടുകളാണുള്ളത്. ഓക്കെ ഡോക്ടർ, അക്കൗണ്ടുകളിലെ ബാലൻസ് എമൗണ്ട് കൂടെ ഒന്ന് പറയൂ. സാർ, അത് ഒന്നില് 7 ലക്ഷവും ഒന്നില് 40 ലക്ഷം രൂപയാണുള്ളത്. ഓക്കെ ഡോക്ടർ, നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിക്കാൻ ഞങ്ങൾ റിസർവ് ബാങ്കുമായി ബന്ധപ്പെടുകയാണ്. കോൾ കട്ട് ചെയ്യരുത്, റൂം വിട്ട് പുറത്തു പോകരുത്. ഓക്കെ? Hello, Reserve Bank headquarters. I am ACP Dhanraj from Mumbai Police Narcotics. ഞങ്ങൾ നർക്കോട്ടിക് കേസിൽപ്പെട്ട ഒരാളെ വിർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ പരിശോധനയിൽ അയാൾ ഇന്നസെന്റ് ആണോ എന്നൊരു സംശയമുണ്ട്. അയാളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിച്ച് അതിൽ സസ്പീഷ്യസ് ആയി എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാമോ? അയാളുടെ അക്കൗണ്ട് ബാലൻസ് റിസർവ് ബാങ്കിന്റെ വെരിഫിക്കേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഞങ്ങൾ പരിശോധിച്ച് അറിയിക്കാം. ഓ ഓക്കെ. ഡോക്ടർ ശ്രീകാന്ത്, നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്തതിന് സമ്മതമാണോ, അതോ വിർച്വൽ അറസ്റ്റിൽ തുടരണമോ? ഓക്കെ സാർ. ഓക്കെ, എങ്കിൽ റിസർവ് ബാങ്കിന്റെ 2171726173 എന്ന അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ബാലൻസ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യൂ. ഓക്കെ സാർ, ചെയ്യാം. ആയിട്ടുണ്ട് സാർ. ഡോക്ടർമാരെയും അതുപോലെ ഒരു ബിഷപ്പിനെ വരെ അവർ പറ്റിച്ചു എന്നുള്ളതാ. അപ്പം എന്തായിരിക്കും അവരെ ആ തട്ടിപ്പിൻ്റെ ഒരു കാഠിന്യം എന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരും അറിയാതെ പെട്ടുപോവാണ്. അപ്പം ഇനിയെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുക, ജാഗ്രതയോടുകൂടി ഇരിക്കുക. തിരുവനന്തപുരം റൂറലിലുള്ള ഒരു IPS ഉദ്യോഗസ്ഥയുടെ വാക്കുകളിലേക്ക്. നമസ്കാരം.
നിങ്ങളുടെ പേരിൽ ഡ്രഗ്സിൻ്റെ പാർസൽ വന്നിട്ടുണ്ടെന്നും നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണെന്നും ഇതുപോലത്തെ സൈബർ ക്രൈം തട്ടിപ്പുകളെക്കുറിച്ച് ജാഗ്രത പാലിക്കുക. വെർച്വൽ അറസ്റ്റ് എന്ന് യാതൊരു നിയമസാധുതയില്ലാത്ത കാര്യമാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കേസ് ഒഴിവാക്കാൻ വേണ്ടി ഒരു തുകയും ആർക്കും അയച്ചു നൽകരുത്. യാതൊരു പേഴ്സണൽ വിവരങ്ങളും അന്യരോട് പങ്കിടരുത്. സംശയകരമായ ഫോൺ കോൾ ലഭിച്ചാൽ നിസ്സാരമായി കാണരുത്. ഉടനെ 1930 വിളിച്ച് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. ജാഗ്രത പാലിക്കുക. അപ്പം ഈ വീഡിയോയിൽ IPS ഉദ്യോഗസ്ഥ പറയുന്ന പോലെ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ 1930 അറിയിക്കുക, അല്ലെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക. എന്തായാലും എല്ലാവരും ജാഗ്രതയോടുകൂടി ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കോട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്.